പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവ് നമുക്ക് സംരക്ഷണം നൽകുന്നു. നമ്മുടെ ഇടയനാണ്, നമ്മുടെ പാറയാണ്, അഭയശിലയാണ്, ശക്തിദുർഗമാണ്, കോട്ടയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിത്രമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. കൂടാരം. 15-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആർ വസിക്കും, അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആർ വാസമുറപ്പിക്കും. അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും, അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും. 15-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ആടുമേയ്ക്കൽ തൊഴിലാക്കിയിരുന്ന പൂർവ്വപിതാക്കന്മാർ ആടുകളെയും കൊണ്ട് നിരന്തരം യാത്ര ചെയ്തിരുന്നവരാണ്. നാടോടികളായിരുന്നു അവർ സ്ഥിരമായി ഒരിടത്തും വസിക്കുമായിരുന്നില്ല. അവർ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. കൂടാരം ഉയർത്തും, കൂടാരത്തിനുള്ളൊരു വസിക്കും. അവരവിടുന്ന് പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ കൂടാരമഴിച്ച് ചുമന്നുകൊണ്ട് വീണ്ടും പോകും. കർത്താവ് തങ്ങളുടെ മധ്യേ വസിക്കുന്നു എന്ന് ജനം വിശ്വസിക്കാൻ ഈ കൂടാരത്തിൻ്റെ പ്രതീകം കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ചും സീനായ് മലയിലെ ഉടമ്പടിക്ക് ശേഷം ആ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ എഴുതിയ കൽപ്പലകകൾ സൂക്ഷിക്കാനായി ഒരു പേടകം വേണമെന്ന് പറഞ്ഞു. ആ പേടകം സൂക്ഷിച്ചിരുന്നത് അതിനുവേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച കൂടാരത്തിലാണ്. ഈ പേടകത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആ പ്രമാണങ്ങളിലൂടെ ദൈവം ജനമധ്യത്തിൽ സന്നിഹിതനാകുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഈ കൂടാരത്തെ സമാഗമ കൂടാരം എന്ന് വിളിച്ചിരുന്നു. സമാഗമ കൂടാരം എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടലിൻ്റെ വേദിയാണ്. ദൈവം തൻ്റെ ഉടമ്പടിയുടെ പ്രമാണങ്ങളിലൂടെ ജനങ്ങളുടെ മധ്യേ വസിക്കുന്നു, തൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു, അവരോട് സംസാരിക്കുന്നു. ഇങ്ങനെ കർത്താവിൻ്റെ പേടകം സൂക്ഷിച്ചിരുന്ന കൂടാരത്തെ കർത്താവിനെ കണ്ടുമുട്ടുന്ന വേദിയായി, കർത്താവിൻ്റെ കൂടാരമായി കണക്കാക്കാൻ തുടങ്ങി. ഇസ്രായേൽക്കാർ സീനായ് മല വിട്ട് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ഈ കൂടാരം അവർ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം പുരോഹിതന്മാരെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് കൂടാരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടത്, എവിടെയാണ് കൂടാരം അടിക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. കാനാൻ ദേശത്ത് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ആ കൂടാരം പല സ്ഥലങ്ങളിൽ, ഷീലോയിലും ഗിൽഗാലിലും റാമായിലുമൊക്കെ ആ കൂടാരം സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷം രാജഭരണം ആരംഭിച്ചപ്പോൾ ദാവീദ് രാജാവ് ഈ കൂടാരത്തിന് പകരം കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ കർത്താവിന് കൊട്ടാരം വേണ്ട, കൂടാരത്തിൽ തന്നെ വസിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ട് ദേവാലയം നിർമ്മിക്കാൻ സാധിച്ചില്ല. എങ്കിലും സോളമൻ, ദാവീദിൻ്റെ മകൻ സോളമൻ കർത്താവിന് വേണ്ടി മനോഹരമായ ദേവാലയം പണിതു. ദേവാലയത്തിലേക്ക് ഈ കർത്താവിൻ്റെ സാക്ഷിപേടകം കൊണ്ടുവരികയും ചെയ്തു. അതിനു മുമ്പ് തന്നെ ജെറൂസലം പട്ടണത്തിലേക്ക് ദാവീദ് കർത്താവിൻ്റെ പേടകവും കൂടാരവും കൊണ്ടുവന്നിരുന്നു. സോളമൻ ദേവാലയം പണിതു. സാക്ഷിപേടകം ദേവാലയത്തിൽ അതിവിശുദ്ധത്തിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിട്ടും ഈ ദേവാലയത്തെ പോലും കർത്താവിൻ്റെ കൂടാരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ സിയോൻ മലയിൽ പണിയപ്പെട്ട ജെറൂസലം ദേവാലയം കർത്താവിൻ്റെ കൂടാരമായി പരിഗണിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവിൻ്റെ ആലയത്തിലേക്ക്, ഈ ദേവാലയത്തിലേക്ക് വരുന്ന കർത്താവിൻ്റെ കൂടാരത്തിലേക്ക് വരുന്നത് പോലെയാണ് പരിഗണിച്ചിരുന്നത്. അപ്പോൾ ദൈവം ഈ ആലയത്തിൽ വസിക്കുന്നു എന്നൊരു ചിന്ത. ദേവാലയം ദൈവിക സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണല്ലോ. അപ്പോൾ കൂടാരം എന്നതുകൊണ്ട് കർത്താവ് നമ്മുടെ മധ്യേ വസിക്കുന്നു എന്ന ആ ഒരു ബോധ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ഏതു മതത്തിൻ്റേതായാലും പ്രസക്തമാണ്. ക്രിസ്ത്യാനിയുടെ ആയാലും യഹൂദൻ്റെ ആണെങ്കിലും, അത് പള്ളിയാണെങ്കിലും മോസ്കാണെങ്കിലും അമ്പലമാണെങ്കിലും ഏതുമാവട്ടെ, ദേവാലയമായി ദൈവാരാധനയ്ക്ക് വേണ്ടി ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലമായി പരിഗണിക്കപ്പെടുന്നെങ്കിൽ അത് പവിത്രമാണ്, പരിശുദ്ധമാണ്. ദൈവമനുഷ്യ സമാഗമത്തിൻ്റെ സ്ഥലങ്ങളാണ് ദേവാലയങ്ങൾ. പല പേരുകളിൽ വിളിച്ചാലും വിളി കേൾക്കുന്നതെല്ലാം ഒരേ ഒരു ദൈവമല്ലേ? ദൈവം ഒരുവൻ മാത്രമേ അല്ലേ ഉള്ളൂ. ഇപ്പോൾ ദേവാലയത്തിലേക്ക് ജനങ്ങൾ തീർത്ഥാടകരായി പോയിരുന്നു. ആ ദേവാലയത്തിലായിരിക്കുന്നത് വലിയ സന്തോഷകരമായി കണക്കാക്കിയിരുന്നു. അങ്ങയുടെ ആലയത്തിൻ്റെ കാവൽക്കാരനായി കഴിയുന്നതാണ് ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാളും മെച്ചം. അങ്ങയുടെ ഭവനത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് അന്യസ്ഥലത്ത് 1000 വർഷങ്ങളായിരിക്കുന്നതിനേക്കാളും മെച്ചമാണ് എന്നൊക്കെ സങ്കീർത്തകൻ പറയും. ജെറൂസലം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇന്ന് അതിനേക്കാൾ പ്രധാനം ദൈവം വസിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണെന്ന അവബോധമാണ്. കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ച ആലയങ്ങൾക്കപ്പുറത്ത് ദൈവം വസിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലാണ്. മനുഷ്യഹൃദയം ദേവാലയമാണെന്ന് ഓർക്കുക. യേശു നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അപ്പോൾ ദൈവാലയത്തിലേക്ക് പോകുന്നവൻ ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ അതിന് അവസരം കിട്ടിയില്ല എന്ന് വരും. ദേവാലയമില്ലാത്ത സ്ഥലങ്ങളായിരിക്കാം, പ്രാർത്ഥിക്കാൻ പോകാനായിട്ട് സ്ഥലമില്ലാത്ത വ്യക്തികളായിരിക്കാം. പക്ഷേ ഒരു വ്യക്തിക്കും പറയാനാവില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ആലയത്തിലേക്ക് ഉള്ളിലേക്ക് കടക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന്. നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലാണ് ദൈവം വസിക്കുന്നത് മുഖ്യമായിട്ടും. അപ്പോൾ കർത്താവിൻ്റെ കൂടാരം അത് പുറത്തുള്ള ഒന്നല്ല, എൻ്റെ ഉള്ളിൽ തന്നെ ഒന്നാവണം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ഹൃദയം. ആ ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു വരിക,
അല്പസമയമെങ്കിലും ഓരോ ദിവസവും കർത്താവിൻ്റെ ഈ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് അവിടെ നമ്മളെ അനുവദിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായി ശ്രമിക്കാം. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? അതിനാവശ്യമായ കാര്യങ്ങൾ 15-ാം സങ്കീർത്തനം വായിച്ചാൽ വ്യക്തമായി നമുക്ക് കിട്ടും. അത് വായിക്കുക, ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ആമേൻ.